ഗൈസ്, ഇന്ന് ഞങ്ങളുടെ കോളേജ് ജീവിതത്തിന്റെ ലാസ്റ്റ് ഡേ ആണ്. അതായത് ഇന്ന് മുതൽ ഞങ്ങൾ ഇനി കോളേജ് സ്റ്റുഡന്റ് ആയിട്ട് വരാൻ പോകുന്നില്ല. അപ്പം നിങ്ങൾ ഈ കാണുന്ന ഞങ്ങളുടെ ഫൈനൽ ഇയർ പ്രൊജക്റ്റും ഞങ്ങളുടെ ലാസ്റ്റ് എക്സാം കൂടാണ്. അതാണ് പ്രൊജക്ട് റിവ്യൂ. അപ്പം പ്രൊജക്ട് റിവ്യൂ കഴിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നേരെ ഹോസ്റ്റലിലേക്ക് വിട്ടു. അപ്പം ഞാനാണെങ്കിൽ ഇന്ന് ഹോസ്റ്റലിൽ നിന്നും കോളേജിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം ഞാൻ ചെന്നപ്പോഴത്തേക്ക് എല്ലാവരും പെട്ടി ക്ലീൻ ചെയ്യും, പെട്ടി പാക്ക് ചെയ്ത് ഇറങ്ങുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മുടെ കുറച്ച് കൂട്ടുകാരൊക്കെ വെക്കേറ്റ് ചെയ്ത് പോയായിരുന്നു, കാരണം അവർ എക്സാം ഒക്കെ നേരത്തെ കഴിഞ്ഞുകൊണ്ട്. അപ്പോൾ അന്നാണ് നമ്മളെല്ലാവരും ടാറ്റാ ബൈ ബൈ പറഞ്ഞു വിട്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒഴിവാണ്, കാരണം ഇന്ന് നമ്മളെല്ലാവരും വെക്കേറ്റ് ചെയ്യേണ്ട ദിവസമാണ്. അപ്പം ഞാനും നേരെ റൂമിലോട്ട് ചെന്ന് സമയം കളയാതെ എന്റെ സാധനങ്ങളൊക്കെ പെട്ടിക്കാതൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇവന്മാരെല്ലാം അവിടെ ഹോസ്റ്റലിലെ ലാസ്റ്റ് കാപ്പി കുടിക്കാൻ എന്നെ വിളിച്ചത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ എന്നും കാപ്പി കുടിക്കുന്നതാണ്, പക്ഷേ ഈ പ്രാവശ്യം കാപ്പി കുടിച്ച സത്യം പറഞ്ഞ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആയിരുന്നു. ഐ മീൻ ലാസ്റ്റ് ഡേ ആയതുകൊണ്ടായിരിക്കാം. ഞാൻ എന്തായാലും ഈ ടൈമൊക്കെ എന്തായാലും മിസ് ചെയ്യും. ഐ മീൻ കോളേജിൽ നിന്ന് വരുന്നതും ഫ്രണ്ട്സോടൊക്കെ ചുറ്റി സംസാരിച്ചിരുന്ന് കാപ്പിയും ചായയും കുടിക്കുന്നതൊക്കെ. അങ്ങനെ എന്റെ റൂമിനകത്ത് സാധനം എല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് വെളിയിലിറക്കി. അയ്യോ, അത് കഴിഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ഇറക്കിയിട്ട് എന്റെ കാറിനകത്ത് കുത്തിക്കയറ്റുന്ന പരിപാടി. സത്യം പറഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് വരെ നിറഞ്ഞു. പിന്നെ ഞാൻ മാത്രമേ കാറിനകത്തുള്ളായിരുന്നോണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ എല്ലാവരും നമ്മളോട് യാത്ര പറഞ്ഞ് പോകാൻ വേണ്ടി തുടങ്ങി. ഞാൻ വിചാരിച്ചു പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞാൽ അവസാനം ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ എന്റെ ഹോസ്റ്റൽ ജീവിതം ഒറ്റ വാക്കി പറയാന്നല്ലേ എനിക്ക് ഇത്രേ പറയാനുള്ളൂ: ബ്യൂട്ടിഫുൾ. സത്യം പറയാനല്ല, ഞാൻ അത്ര അറ്റാച്ച്ഡ് ആയി പോയി ഹോസ്റ്റലിനോട്. ഈ 4 വർഷം ഞങ്ങളെല്ലാവരും സ്വന്തം ഫാമിലി പോലെ ജീവിച്ചതാണ്. എനിക്ക് ഇപ്പോഴും കുറെ കാര്യങ്ങളൊന്നും മറക്കാനേ വരുന്നില്ല. ഐ മീൻ നൂഡിൽസ് ഉണ്ടാക്കുന്നതും കാപ്പി ഉണ്ടാക്കുന്നതും വാഫിൾസ് ഉണ്ടാക്കുന്നതും അങ്ങനെ കുറെ കാര്യങ്ങൾ. അങ്ങനെ ഓൾമോസ്റ്റ് അവസാനം എല്ലാവരും പോയി. അങ്ങനെ ഞാൻ വിചാരിച്ച അവസാനം ഞാനൊന്ന് ജസ്റ്റ് ഹോസ്റ്റലിൽ അങ്ങനെ കയറി കാണാമെന്ന്. സത്യം പറഞ്ഞാൽ എല്ലാവരും ഈ സമയത്തൊക്കെ ഈ ഹോൾവേലൊക്കെ അങ്ങോട്ടോട്ട് ഓടി നടക്കുന്നതാണ്. ഇപ്പം കണ്ടോ, കാലിയായിട്ടാണ് കിടക്കുന്നത്. ദേ നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങളുടെ ഫുൾ ഹോസ്റ്റൽ. ഞങ്ങൾ ഫസ്റ്റ് ഇയർ താഴത്തെ ഹോസ്റ്റൽ കണ്ട അവിടാണ് വന്നത്. അവിടുന്ന് കയറി 4th ഇയർ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഈ ഹോസ്റ്റലിലെത്തി. അങ്ങനെ ലാസ്റ്റ് ഒരു തവണയോടെ എന്റെ റൂമിനോട് ബൈ ബൈ പറഞ്ഞ് ഞാൻ ഇറങ്ങി. അങ്ങനെ ലാസ്റ്റ് ഇറങ്ങാൻ നേരം എന്റെ കൂടെ ഇവന്മാരും ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്യുന്ന ലാസ്റ്റ് ഭാഗമായ നമ്മുടെ രജിസ്റ്റർ ബുക്ക് വെക്കേറ്റർ എന്ന് എഴുതിയിട്ട് നമ്മൾ നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഈ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറെ മെമ്മറീസ് ആയിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ ഇവിടുന്ന് ഇറങ്ങുന്നതിൽ വിഷമമുണ്ടെന്ന് വെച്ചാൽ വിഷമമുണ്ട്, കാരണം ഇത്രയും നാൾ സ്വന്തം വീട് പോലെ ഇവിടെ നിന്നല്ലേ. അപ്പൊ എന്തായാലും ഇതൊക്കെ ഒരു ലൈഫിന്റെ പാർട്ടാണ്. അപ്പൊ എനിക്കും ഇപ്പൊ എല്ലാവരും പറഞ്ഞ സെയിം ഡയലോഗേ പറയാവുള്ളൂ: നമ്മൾ കോളേജിലോ ഹോസ്റ്റലിലോ നിൽക്കുമ്പോൾ അവിടുന്ന് ഇറങ്ങാമെന്ന് തോന്നും, പക്ഷെ അവിടെ നിന്ന് ഇറങ്ങാൻ നേരമാണ് നമ്മൾ അതിന്റെ ഒരു റിയൽ വില മനസ്സിലാകത്തുള്ളൂ. അപ്പൊ എന്തായാലും താങ്ക് യു സെയിന്റ് കിഡ്സ്, എന്നെ ഞാൻ ആക്കിയതിലും എനിക്ക് ഇത്രയും നല്ല ബന്ധങ്ങൾ തന്നതിലും. ഈ 4 വർഷം എത്ര പെട്ടെന്നാ പോയെന്നേ അറിഞ്ഞില്ല.